ജീസസ്. വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വലിയനായ ദൈവം ലൈവിൽ വരുവാൻ ഒരവസരം ഒരിക്കലും ഓർത്ത് സ്തോത്രം ചെയ്യും. ഈ കാലഘട്ടം വളരെയധികം ഞെരുക്കത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും കാലഘട്ടമാണ്. പക്ഷെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഗ്രഹത്തിന്റെ കാലഘട്ടമാണ്. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഓരോ ഭക്തനും ഭക്തയ്ക്കും വളരെയധികം സന്തോഷത്തിന്റെ നാളുകളാണ് ഈ ദിവസങ്ങൾ. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്നേഹം അതിൻ്റെ ആഴമളക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അതിൻ്റെ വ്യാപ്തി എന്ന് നമുക്ക് അറിയുവാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ സ്നേഹം അത്രമാത്രം വലുതാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. കാലഘട്ടം എത്ര മാറിപ്പോയാലും തലമുറകൾ എത്ര മാറിപ്പോയാലും മാറ്റമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസ്ഥനിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹപ്രദമേറിയ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചിരിക്കയാൽ നന്ദി കർത്താവേ. അത്ഭുതമേറിയ ഒരു ദൈവ സാന്നിധ്യം ഈ മധ്യാഹ്നവേള സമയത്ത് ഞങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തുന്നവ ആ കൃപകൾക്കായി നന്ദി കർത്താവേ. ലൈവിൽ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അസാധാരണമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവാം ദൈവമേ, ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ആഴം അളപ്പാൻ, അതിൻ്റെ വ്യാപ്തി അളപ്പാൻ നമുക്ക് കഴിയത്തില്ല. അത്രമാത്രം സ്നേഹമാണ്. ദൈവം തന്റെ പുത്രനെ തരുവാൻ കാരണം തന്നെ നമ്മെ സ്നേഹിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതാണ്. നോക്കണമേ, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. നമ്മുടെ ഒന്നും കണ്ടിട്ടല്ല അവൻ നമ്മളെ സ്നേഹിച്ചു. ഒരു പ്രതിഫലം ഇച്ഛിക്കാതെയാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകരുമ്പോൾ അവിടെ പ്രകടമായത് ഒന്ന് മാത്രമാണ്, ആ ദൈവസ്നേഹം മാത്രമാണ്. ആ ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം. നമുക്ക് ആ ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഉടമശേ ലോകം നൽകിയിടും സ്നേഹത്തേക്കാ പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നും ജീവിക്കും
അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാ ലോകരക്ഷകൻ യേശുവിനാ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാം എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരിൽ വന്നിടുമേ യേശുരാജനായി വന്നിടുമേ ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ സത്യദൈവമായി യേശുവിനെ സ്വർഗനാടതിൽ യേശുവിനെ സത്യദൈവമായി യേശുവിനെ ദൈവത്തിന്റെ സ്നേഹം അത് അല്പ ദിവസത്തേക്കോ അല്പമാസത്തേക്കോ ഒന്നുമല്ല, നിത്യമാണ് അവന്റെ സ്നേഹം. ആ സ്നേഹത്തിന്റെ കീഴിൽ നമ്മളെന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അവൻ നമ്മളെ കരുതും. യേശുവിന്റെ സ്നേഹം ക്രൂശോളം എത്തിയെന്നാ പറയുന്നത്. കാൽവരി ക്രൂശിൽ 3 ആണിമേൽ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ശരീരമാസകലം മുറിവേറ്റ് രക്തവും നീരുമായി ഇറ്റിറ്റ് വീഴുമ്പോഴും യേശുവിനോട് നമ്മളോടുള്ള സ്നേഹം അല്പം പോലും കുറഞ്ഞിട്ടില്ല. ദൈവമക്കളെ, സകല വ്യക്തികളെ നോക്കിയിട്ട് യേശു പറഞ്ഞൊരു വേടുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ആ ക്രൂശിലെ സ്നേഹം. ഒരപ്പന് ചെയ്യുവാൻ കഴിയാത്തത്, ഒരമ്മയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തത്, കൂടപ്പിറപ്പുകൾക്ക് പോലും ചെയ്യുവാൻ കഴിയാത്തത്, നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ തുണ ആയിരിക്കുന്ന വ്യക്തിക്ക് പോലും ചെയ്യുവാൻ കഴിയാത്ത ഒന്നാണ് കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തത്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞതാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോടൊന്ന് ക്ഷമിക്കണമേ. ആ സ്നേഹം അവിടെ പ്രകടമാക്കുക. നമുക്ക് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്നുകൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ക്രൂശിലെ സ്നേഹം, അതിന്റെ മുൻപിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. ആ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ അങ്ങയുടെ ക്രൂശിന്റെ മുൻപിൽ വരുന്നപ്പാ നിന്റെ ഹിതം ചെയ്യുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഒന്ന് പണിതെടുക്കണമേ.
കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകും ശ്രാതനായി, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകും നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും നാഥനെ. ഒരുമിച്ച് പറഞ്ഞേ, പകരം എന്തു നൽകും ഞാനിനി, യേശുവേ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനായി, പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് അവന്റെ സ്നേഹത്തെ പ്രകടമാക്കിയപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലായി, നമ്മെ തകർക്കുവാൻ പതിയിരുന്ന, നമ്മെ മുടിച്ചു കളയുവാൻ പതിയിരുന്ന പൈശാചിക മണ്ഡലം തകരുകയായിരുന്നു. കാൽവരിയിൽ മൂന്നാണിമേൽ കിടന്നുകൊണ്ട് തന്റെ ജീവനെ നമുക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, അതുവരെ നമ്മുടെ മേൽ ഭാരമായിരുന്ന, അധികാരം ചുമത്തിയിരുന്ന പിശാചിന്റെ തലയെ തകർത്ത് നമ്മെ കർത്താവ് വിടുവിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാൽവരിയിൽ തകരപ്പെട്ട കർത്താവ് പിന്നെ വെളിപ്പെടുന്നത് തേജോമയനായ ക്രിസ്തുവായിട്ടാണ്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടു, അവൻ മനുഷ്യപുത്രനോട് സാദൃശ്യനായവനാണ്. എങ്ങനെയുള്ളവനാ? അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സാദൃശ്യമായ കാലുള്ളവൻ, കണ്ണ് അഗ്നിജ്വാലക്കൊത്തത്. നിങ്ങൾ നോക്കണമേ, തലമുടിയോ വെളുത്തു പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയുള്ളവൻ, ഒരു സൂര്യന്റെ പ്രകാശത്തെക്കാൾ വർണ്ണിക്കുവാൻ കഴിയാത്ത അത്രയും ജ്വാലയോടെ പ്രകാശമുള്ളവനാണ് എന്റെ കർത്താവ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ വിളക്കിന്റെയോ സൂര്യന്റെ ഒന്നിന്റെ ആവശ്യമില്ല, ഇവിടെ കുഞ്ഞാട് വിളക്കായിരിക്കും. യോഹന്നാൻ പറഞ്ഞത് അങ്ങനെയല്ലേ? അതുവരെ 3.5 വർഷക്കാലം യേശുവിനോടൊപ്പം നടന്നപ്പോൾ കാണാത്ത ഒരു തേജസ് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ കണ്ടു. ആ തേജോമയനായ ക്രിസ്തുവിനെ
നമുക്കും ആ തേജോമയനായ ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹമില്ലേ? എത്ര പേര് ആമേൻ പറയും? എന്നെ ലൈവിൽ വീക്ഷിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ആ ക്രിസ്തുവിനെ കാണുവാൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക, നിങ്ങൾ കാണും. ആ തേജോമയനായ ക്രിസ്തുവിനെ കാണേണ്ട വാഞ്ച നമ്മുടെ അകത്തളകളിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ക്രിസ്തുവിനെ കാണും. കാരണം ആ കർത്താവ് തന്നെ നമ്മുടെ മുമ്പിൽ പ്രകടമാക്കുവാൻ വാഞ്ചിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 7 വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടി ശോഭപൂർണനായ ആ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഓ യേശുവേ, വിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ, 7 വിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ, ആദ്യനോ അന്ത്യനോ നീ മാത്രമേശുവേ. കരമുയർത്തി സ്തുതികൾക്കോ പുകഴ്ചയ്ക്കോ യോഗ്യനേശുവേ. ഹല്ലേലൂയ, നമഃശാന്തനേ, ഹല്ലേലൂയ. നിന്റെ രൂപം ഭാവവും എന്നിലാകട്ടെ. ഒരുമിച്ച് പറയാമോ? നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയോ എന്നിൽ കവിഞ്ഞിടട്ടെ. ഒരുമിച്ച് ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കോ പുകഴ്ചയ്ക്കോ യോഗ്യനേശുവേ. ഹല്ലേലൂയ, നമഃശാന്തനേ, ഹല്ലേലൂയ. ജീസസ്, എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. എൻ്റെ ദൈവം ആരാധന പ്രിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പലതും ആരാധന ഇഷ്ടപ്പെടുന്നു, പലതും ആരാധന പിടിച്ചു വാങ്ങുമ്പോൾ. എൻ്റെ ദൈവം ആരാധന പിടിച്ചു വാങ്ങുന്നവനല്ല, എൻ്റെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആ സ്തുതികളുടെ മേൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നമ്മെ മൂടും. സ്തുതികളുടെ മേൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പിശാചിട്ട തന്ത്രങ്ങളെ പൊട്ടിക്കുവാൻ കാരണമായി തീരും. 24 മൂപ്പന്മാരും 4 ജീവികളും സദാസമയം യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമ്പോൾ, മൂപ്പന്മാരുടെയോ ദൂതന്മാരുടെയോ 4 ജീവികളുടെ ആരാധനയെക്കാളും അവനേറെ ഇഷ്ടപ്പെടുന്നത്, പ്രിയരെ, എന്റെയും നിങ്ങളുടെയും ആരാധനയാണ്. ആ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. 2 കൊണ്ട് പാദം മറച്ചു, 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പറന്നുകൊണ്ട് യഹോവ പരിശുദ്ധൻ എന്ന് പറഞ്ഞ കെരൂബുകളെക്കാളും സാറാബുകളെക്കാളും ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയും നിങ്ങളെയും. അതുകൊണ്ടല്ലേ തന്റെ പൊന്നോമന പുത്രനായ യേശുവിനെ ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പരമയാഗമായി ഈ ഭൂമിയിൽ തന്നത്. ദേശത്തിലൊരു ഉണർവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ഉണർവിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഉണർവ് കാണുവാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം പൂർവികന്മാർ നമുക്കുണ്ടായിരുന്നു. ആദിമ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട അതേ ഉണർവിനെ ഈ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിലും പകരുവാൻ ദൈവം വിശ്വസ്തനാണ്. ദേശത്തിന്റെ ഉണർവിനായി, ദേശത്തിന്റെ വിടുതലിനായി പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ ദൂത് കൈമാറുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ അതിൽ ഒരു വ്യക്തിയായിരിക്കും. പ്രിയരെ, നിങ്ങൾ അതിലൊരു വ്യക്തിയായിരിക്കും. കാലഘട്ടത്തിന്റെ ഉണർവിനായി പൗലോസിനെയും പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയൊക്കെ സ്വർഗം ഉപയോഗിച്ചുവെങ്കിൽ, മേശമേൽ ശുശ്രൂഷ ചെയ്ത ഫിലിപ്പോസിനെ സ്വർഗം ഉപയോഗിച്ചുവെങ്കിൽ, മേശമേൽ ശുശ്രൂഷ ചെയ്ത സ്തെഫാനോസിനെ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെയും സ്വർഗം ഉപയോഗിക്കാൻ വിശ്വസ്തനാണ്. ദേശത്തിന്റെ ഉണർവിനായി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യും. ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യരാ ദാസരിന്മേൽ ആശിഷമാരി അയക്കേണമേ. ഈ ശിഷ്യരാ ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം
ശിഷ്യരാ ദാസരിന്മേൽ അതേ പിതാവേ ഉണർവിൻ ശക്തി അയക്കേണമേ ഈ ശിഷ്യരായ ദാസരിന്മേൽ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ തിരുനാമം പാടിടുവാൻ തിരുവചനം ധ്യാനിക്കുവാൻ ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ ഉണർവേൻ വരല്ലേ നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തേ ഞങ്ങൾ വരുമ്പോ തിരുസവിധേ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിയിടുവാൻ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ ഉണർവേൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ Praise the Lord. ദേശത്തിന്റെ ഉണർവിനായി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ മുമ്പിൽ ഉണർവ് കാണും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ആദിമ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച ഭക്തന്മാർ, അപ്പച്ചന്മാർ, അവർ ഉണർവ് കണ്ടു ഒരു കൂട്ടത്തെ നേടുന്നത്. പഴയ കാലഘട്ടത്തിൽ അപ്പച്ചന്മാർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, കണ്ണീരോടെ വിതച്ചു. അതിന്റെ ഫലമാണ് പ്രിയരെ നാം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കും. നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ അറിയുവാൻ കാരണമായത് പൂർവ്വപിതാക്കന്മാരായ അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ നാളുകളാണ് ഈ ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ലോകം ഞെരുങ്ങുമ്പോഴും ലോകം ഇടുങ്ങിയ അവസ്ഥയിലേക്ക് കടന്നു പോകും. ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു ഒരുവനെ സ്വതന്ത്രമാക്കിയാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യം. ക്രിസ്തു ഒരുവനെ സ്വതന്ത്രമാക്കിയാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യം. അടുത്ത് പറയുന്നു, പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുരുങ്ങാതിരിക്കുക. ഉറപ്പുണ്ട്, ക്രിസ്തുവിന്റെ അനുയായികളായിരിക്കുന്ന, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു വചനമനുസരിച്ച്
സഞ്ചരിക്കുന്ന നാം ഒരിക്കലും പിശാചിന്റെ അടിമനുഖത്തിൽ കുരുങ്ങാണ്ടവരല്ല പ്രിയരെ. ആമേൻ. ഇന്ന് ആമേ ഈ വാക്കുകൾ ഞാൻ ആമേൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്, നമുക്കൊരു വിടുതലിന്റെ ദിവസമാണ്, നമുക്കൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഒരു പാട്ട് പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. റമ ശാന്തന അടഗമന ഹല്ലേ റഖാറ ഹൗതുനി ജൂഡാമാന ഹസ്തനെ റിഗൽ ഖമനദര Praise the Lord. Hallelujah. കരങ്ങളെ ചേർത്തടിച്ച് ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥാ. എൻ ബലവും എൻ കോട്ടയും നീ മാത്രമേ യേശുനാഥാ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ആശ്രയമായി നീയല്ലാതെ ആരുള്ളൂ എൻ ദൈവമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ യേശുവേ. ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ. പാവനനാം പരിശുദ്ധനെ ആരാധിച്ചിടുന്നു ഞാൻ.
മറവിടവും എന്റെ ഉപനിധിയോ നീ മാത്രം യേശുവേ. മറവിടവും എന്റെ ഉപനിധിയോ നീ മാത്രം യേശുവേ. ഹല്ലേലൂയാ യേശുവേ, ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ആരിലും ആരാധ്യം നീ, രാജാതിരാജാവും നീ. ആരിലും ആരാധ്യം നീ യേശുവേ, രാജാതിരാജാവും നീ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയാ യേശുവേ, ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധന സ്തുതി രാജാവിന്. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവനെ പോലെ ആരാധ്യൻ ആരുള്ളൂ? അവനെ പോലെ രക്ഷകൻ ആരുള്ളൂ? അമേ, ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളുണ്ടെങ്കിലും, ഒത്തിരി ദൈവങ്ങൾ ഉണ്ടെന്ന് അവകാശം പറയുന്നുവെങ്കിലും എൻ്റെ യേശുവിനെ പോലെ ഒരു ദൈവം ആരുള്ളൂ? യേശുവിനെ പോലെ ഒരു വീണ്ടെടുപ്പുകാരൻ ആരുള്ളൂ? അവനെ പോലെ ഒരു മുന്തിരിവള്ളി ആരുള്ളൂ? അവനെ പോലെ ഒരു സർവശക്തൻ ആരുള്ളൂ? രക്ഷകനായ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഏൽപ്പിക്കാമോ? രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ. ദൈവം ആമേൻ പരിശുദ്ധനാകുന്നു, ദൈവം വിശ്വസ്തനാകുന്നു. ആമേൻ. അവന്റെ മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ അവന്റെ വിശ്വസ്തതയേറിയ കരം ചലിക്കുക തന്നെ ചെയ്യും. തകർന്നു പോകുന്നു എന്ന് നീ ചിന്തിച്ചാലും തകരുവാൻ വിടാത്ത ഒരു ദൈവം. താണു പോകുമെന്ന് പത്രോസ് ചിന്തിച്ചു. ആമേൻ. അവന്റെ ലക്ഷ്യം സ്ഥാനത്തിൽ നിന്നും യേശുവിന്റെ മുഖത്ത് നിന്ന് അവന്റെ കണ്ണൊന്നും വ്യതിചലിച്ചു. പ്രതികൂലത്തെ നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ട കാഴ്ച ഇതായിരുന്നു. അയ്യോ, വെള്ളത്തിലേക്ക് താണു പോകുന്നു. സ്വർഗത്തിലെ ദൈവം അവിടെ ഉണ്ട്. യേശു കൂടെയുണ്ട്. പത്രോസേ, നീ ഭാരപ്പെടുന്ന എന്തിന്? ഒന്ന് കർത്താവ് കൈ നീട്ടി അവന്റെ കൈകൾ പിടിച്ചിട്ട് പഴയ പൊസിഷനിലേക്ക് കൊണ്ട് നിർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അന്ന് വരെ ജലത്തിൽ നടക്കാത്ത പത്രോസ്, അന്ന് വരെ വെള്ളത്തിൽ കൂടി നടക്കാത്ത പത്രോസ് നടപ്പാൻ കാരണമായി തീർന്നു. എന്താ കാരണം? യേശു കൂടെയുണ്ട്. എന്റെ ചിന്താഗതി ശരിയാണെങ്കിൽ കുഞ്ഞു പ്രായത്തിലെ കടലിനെ കുറിച്ച് അറിയാവുന്നവൻ തന്റെ നല്ല പ്രായമായപ്പോൾ കടലിന്റെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കും, തിരകളുടെ ഓളത്തിനെ കുറിച്ച് മനസ്സിലാക്കും. ഓരോ തിര വരുമ്പോൾ എത്രാമത്തെ തിരയെന്ന് പറയുവാൻ കഴിവുണ്ടായിരുന്ന പത്രോസ്, കാറ്റിന്റെ ശക്തി കൂടുന്നതനുസരിച്ച് പ്രതികൂലത്തിന്റെ അളവ് മനസ്സിലാക്കാമായിരുന്ന പത്രോസ്, നോക്കണമേ. പക്ഷേ അവന്റെ മീതെ ഒരു പ്രതികൂലം വന്നപ്പോൾ, അവന്റെ മുകളിലേക്ക് ഒരു പ്രതികൂലം കടന്നു വന്നപ്പോൾ ആമേൻ, ആ പ്രതികൂലത്തെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കഴിയുന്ന മീതെ പ്രതികൂലം കടന്നു വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, യേശു നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയ ആൻഡോ പാസ്റ്റർ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നു, പാസ്റ്ററെ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അധികമായ ഒരു പ്രതികൂലം വരുമ്പോൾ ഓർക്കുക, യേശു കൂടെയുണ്ട്. പത്രോസിന്റെ കൂടെ അതുവരെ ഇല്ലാത്ത പ്രതികൂലം കടന്നു വന്നപ്പോൾ യേശു കൂടെ ഉണ്ടായിരുന്നു. അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന യേശു പ്രതികൂലം ഭയങ്കരമായിട്ട് ആഞ്ഞടിച്ചു. അന്നുവരെയും പടകം മുങ്ങുവാൻ പോയിട്ടില്ല, താണുപോയിട്ടില്ല. കാറ്റും കോളും വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പത്രോസിന് കൂടെയുള്ളവർക്കും അറിയാമായിരുന്നു. പക്ഷെ നോക്കണമേ, വചനം പറയുന്നു, കാറ്റും കോളും അധികമായി വർദ്ധിച്ചു. എങ്ങനെ രക്ഷപ്പെടുന്നല്ലോ? അവൻ യേശുവിനെ തട്ടി, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലേ? വിചാരമില്ലാത്തവനല്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ ഓർത്തോളണം, പ്രതികൂലം വലുതെങ്കിൽ അവൻ കൂടെയുണ്ട്. പ്രതിസന്ധി വലുതാണെങ്കിൽ യേശു കൂടെയുണ്ട്. നിങ്ങളെ മുടിച്ചു കളയുമെന്ന് പിശാച് വെല്ലുവിളിക്കുന്നുവെങ്കിൽ, പ്രതികൂലം വർദ്ധിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രതികൂലം വർദ്ധിക്കുമ്പോൾ യേശു കൂടെയുണ്ട്. കാരണം ആ പ്രതികൂലത്തെ
ഭരണം ചെയ്യുവാൻ തക്കതായ ഒരു അധികാരത്തെ പകരുവാൻ നാഥൻ കൂടെയുണ്ട്. എത്ര പേര് ആമേൻ പറയും? നിനക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഒരു വ്യക്തിക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ, അവന് കഴിയുന്നതിന് മീതെ പരീക്ഷ വരത്തില്ല. ഒരു പരീക്ഷ വരുമ്പോൾ അതിനെ പോക്കുവഴി ഉണ്ടാക്കി കൂടെ നിൽക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യാമോ? ആത്മാവിലൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എന്ന് ഉറപ്പിച്ച് പറയും, ഈ ദൈവം എന്നും എന്നേക്കുമുള്ള ദൈവം. ആ ദൈവം നമ്മളെ അന്ത്യത്തോളം ഹല്ലേലൂയ വഴി നടത്തുവാൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു വേദഭാഗം വേഗത്തിൽ വായിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പാട്ടിലേക്ക് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു പോവുക. എന്നോടൊപ്പം ആയിരിക്കുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി തന്റെ ജീവിതത്തെ കൊടുത്ത് ദൈവത്തിനു വേണ്ടി ആമേൻ നിൽക്കുന്ന ഇവർക്കായി, യൗവനക്കാർക്കായി സ്തോത്രം ചെയ്യുന്നു. യൗവന മോഹത്തിൽ അടിമപ്പെട്ടു പോകാതെ, യൗവന ആമേ മോഹത്തിൽ ആമേ താണു പോകാതെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ആമേ സഹോദരങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുക. കാരണം ഇവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിന്റെ പോക്ക് ഭയാനകമാണ്. പക്ഷെ അതിന്റെ നടുവിലും വള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളായി നിൽപ്പാൻ ഇവർ തയ്യാറായതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, അതിന്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 1-ാമത്തെ വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നാൽ ആമേ എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ ആമേ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതിനെ ഒക്കെയും അധികം ഫലം കാക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. 2 വാക്യം ഞാൻ വായിച്ചു. ആമേ. ഒന്ന്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ആരാണ് മുന്തിരിവള്ളി? 3 മേഖലയെ കാണിക്കുന്നു, 3 വ്യക്തികളെ അവിടെ കാണിക്കുന്നു. ഒന്ന് മുന്തിരിവള്ളി, 2 കൊമ്പ്, 3-ാമത് പറയുന്നത് തോട്ടക്കാരൻ. ഈ 3 മേഖലയിലും ആമേ നോക്കണമേ, തോട്ടക്കാരനായി വെളിപ്പെടുന്ന പിതാവായ ദൈവമായിരിക്കുമ്പോൾ ആമേ വള്ളിയായി യേശു കർത്താവിനെ കാണിക്കുന്നു. കൊമ്പുകളായി നാം ഓരോരുത്തർ, എന്റെ ആമേ ഇവിടെ ഇരിക്കുന്ന, എനിക്ക് തോന്നുന്നു എന്റെ കൂടെ ഇരിക്കുന്ന 5 കൊമ്പുകൾ. ഹല്ലേലൂയ. കർത്താവിന്റെ ആമേ വള്ളിയിലുള്ള 5 കൊമ്പുകളാണ്. ഈ 5 കൊമ്പുകളും ഭിന്നിച്ചു നിന്നാൽ ഫലം കായ്ക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ അധികം ഫലം കായ്ക്കാനിടയാകും. കാരണം അറിയാമോ, ഈ കൊമ്പിനെയും ഈ വള്ളിയെയും കാക്കുന്നത് തോട്ടക്കാരനാണ്. ഈ കൊമ്പിനെയും വള്ളിയെയും കാക്കുന്ന തോട്ടക്കാരൻ. ആരാ തോട്ടക്കാരൻ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്. ഒരു വാക്കിനാൽ സകലവും ഉളവാക്കിയവൻ. അവൻ മനുഷ്യനെ ഉണ്ടാക്കാൻ വേണ്ടി ഭൂമിയിലെ മണ്ണെടുത്ത് അവൻ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസത്തെ ഊതിക്കയറ്റിയവൻ. അവനാണ് തോട്ടക്കാരൻ. ആമേൻ. അവൻ പറഞ്ഞ മറുപടിയുണ്ട്, ഞാൻ നിന്നെ അന്ത്യത്തോളം വഴി നടത്തും, ഞാൻ നിന്നെ പരിപാലിക്കും. ഈ തോട്ടക്കാരൻ കൂടെയുള്ളപ്പോൾ എന്തിനാ കൊമ്പുകളെ നിങ്ങൾ ഭാരപ്പെടുന്നത്? ആമേ. കീടങ്ങൾ വന്ന് പറ്റാതെ വണ്ണം, കേട് വരാതെ വണ്ണം, കൊമ്പുകളിലെ മേൽ ആമേ യാതൊരു വിധമായ കോട്ടം തട്ടാതെ വണ്ണം പരിപാലിക്കുന്ന വിശ്വസ്തനായ ഒരു കൊമ്പ്, ഒരു തോട്ടക്കാരൻ നമുക്കുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവഭക്തന്മാരെ, എന്നെ കേൾക്കുന്ന വിശ്വാസ കുടുംബങ്ങളെ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നവർ, ഇറങ്ങിയവരോട് ഞാൻ പറയുന്നു, നമ്മുടെ തോട്ടക്കാരൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ആമേ തോട്ടക്കാരൻ ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. തോട്ടക്കാരൻ കൂടെയുണ്ടോ? ആമേ. കൊമ്പുകൾ അധികം ഫലം കായ്ക്കും. കൊമ്പുകൾ അധികം ഫലം കായ്ക്കും. ഞാൻ ആത്മാവിൽ ഇത് വിളിച്ചു പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് എന്റെ അന്തരംഗങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ആമേ. തോട്ടക്കാരൻ കൂടെയുണ്ടെങ്കിൽ നീ ക്ഷീണിച്ചു പോകരുത്. തോട്ടക്കാരൻ കൂടെ ഉണ്ടെങ്കിൽ നീ ലജ്ജിച്ച് തല താഴ്ത്തത്തില്ല. കാരണം അറിയാമോ, വള്ളിയോട് ചേർന്ന് നിൽക്ക്, വള്ളിയോട് ചേർന്ന് നിൽക്ക്, അധികം ഫലം കായ്ക്കും. ഈ വള്ളിയാണ് ക്രിസ്തു. ദൈവമക്കളെ, ഈ വള്ളിയുടെ പ്രത്യേകത അറിയാമോ? കാൽവരി ക്രൂശിൽ ആമേ ഒരു കള്ളനെ പോലെ ക്രൂശിക്കപ്പെടാൻ ഇടയായപ്പോൾ, കള്ളനെ പോലെ 3 ആണിമേൽ കടന്നപ്പോൾ, ഗോൽഗൊഥ മലയുടെ ആമേ അതിന്റെ ഉച്ചകോടിയിൽ കൊണ്ട് നിർത്തിയിട്ട് ആമേ പരിഹാസത്തിന്റെ പാത്രമായിട്ട് നിൽക്കുമ്പോഴോ ചുറ്റും സദൂക്യന്മാരും പരീശന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരെല്ലാം നിന്ന് ഇത്യാദി ജനങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെ കളിയാക്കുമ്പോഴും ഒരു വാക്ക് പ്രത്യുത്തരം പറയാതെ 3 ആണിമേൽ കടക്കുകയാ. ശരീരത്തിൽ ഇന്നലത്തെ ക്ഷീണമുണ്ട്, ഇന്നലെ മുതലേ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ക്ഷീണമുണ്ട്, 14 സ്ഥലങ്ങളിൽ വീണെഴുന്നേറ്റന്റെ ആമേ ക്ഷീണമുണ്ട്. ഇതൊന്നും യേശു കർത്താവ് നോക്കുന്നില്ല. കാരണം എന്താ? തന്റെ ശരീരത്തിന്റെ ക്ഷീണമോ, ഇന്നലെ അനുഭവിച്ച പ്രതികൂലമോ, ഇന്നലെ അനുഭവിച്ച
പ്രതിസന്ധിയൊന്നും യേശുവിന്റെ പ്രശ്നമേ അല്ല. കാരണം എന്നോട് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ്, എന്നോട് നിങ്ങളോടുള്ള സ്നേഹത്തെ അവൻ കാണിക്കുക. ആ സ്നേഹത്തിന്റെ മുമ്പിൽ അവൻ ശരീരത്തിൽ അനുഭവിച്ച പ്രതികൂലം ഒന്നുമല്ല. ദൈവമക്കളെ, ഇത്രമാത്രം സ്നേഹമുള്ളവൻ, ഇത്രമാത്രം കരുതലുള്ള ഒരു യേശു നമുക്കുണ്ട്. ആ വള്ളിയോട് നാം ചേർന്ന് നിൽക്കാം. Praise the Lord. എത്ര പേർ ആമേൻ പറയോ? ഈ കൊമ്പ് പോയി ആമേൻ നിങ്ങൾ നോക്കണേ, വള്ളിയോട് ചേർന്ന് നിന്നാൽ ഒരിക്കൽ പോലും ശത്രുവിന് തൊടാൻ കഴിയത്തില്ല. ശത്രുവിന് വന്ന് ആമേ അകറ്റി നിർത്താൻ പറ്റത്തില്ല. അധികം ഫലം കായ്ക്കേണ്ടതിന് വള്ളിയോട് ചേർന്ന് നിൽക്കുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരോട് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, യേശുവിനെ വിട്ടൊരു ജീവിതം നയിക്കാതെ, യേശുവിനെ വിട്ടൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാതെ, യേശുവിനെ മാറ്റി നിർത്തിയിട്ട് നീ ഒരു പ്രവൃത്തി ചെയ്യാതെ യേശുവിനോടൊപ്പം ചേർന്ന് ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ പരാജയം അടുക്കാതെ അവൻ നിന്നെ നേരായ പാതയിലേക്ക് നടത്തുവാൻ വിശ്വസ്തൻ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ആരാ അവൻ? ആരാ? എന്റെ യേശു കർത്താവിനെ നീ നനയ്ക്കുന്നുവെങ്കിൽ, നനച്ചാൽ എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന്റെ മുന്നിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചു നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു യാത്ര പുറപ്പെടുന്നുവെങ്കിൽ ആ വഴികളെ ചന്തോചിതമായി അനുഗ്രഹത്തിന്റെ പാതയിൽ നടത്തുവാൻ യേശു കർത്താവിന് കഴിയും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ യേശുവിന് മഹത്വം കൊടുത്ത് ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, അവൻ നമ്മളോടൊപ്പം ഉള്ളതാകിയാൽ നാം ഭാരപ്പെടരുത്. എല്ലാ വഴികളിലും എന്റെ കർത്താവിനെ നനച്ചുകൊള്ളുക, എല്ലാ പാതകളിലും അവനെ നനച്ചുകൊള്ളുക. ആമേ, ഇന്ന് പരാജയമെന്ന് തോന്നിയാലും തീർച്ചയായും ഞാൻ പറയുന്നു, ആമേ, ശ്രേഷ്ഠമേറിയ ഒരു ഫലമുള്ളതായി മാറും. നമ്മളെല്ലാം വീടുകളിൽ ചെടി നടുന്നവരാ. റോസാപ്പൂ ഇഷ്ടമില്ലാത്തവർ ആരും കാണത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുപോലെ തന്നെ യൗവനക്കാർക്കും റോസാപ്പൂ ഇഷ്ടമാണ്. അലങ്കാര വസ്തുക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനും ശ്രമിക്കുന്ന റോസാപ്പൂവാ. എന്നാ ഭംഗിയാ അതിനെ കാണാൻ, എന്നാ ഭംഗിയെന്ന് ചിന്തിച്ച് നോക്കിയേ. മുള്ളുണ്ടെങ്കിലും മുള്ളൊരു പ്രശ്നമേ അല്ല. മുള്ള് നമ്മൾ ഉണ്ടാകും, എങ്കിലും നമ്മൾ അതിനെ നടും. അയ്യോ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അടുത്തോട്ട് പോകരുത്, മുള്ളുണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി നടത്തില്ല, നടും. കാരണം അറിയുമോ, ആ റോസാപ്പൂ അത്രയും ഭംഗിയാ. നിങ്ങൾ നോക്കിയ ഭംഗിയുള്ള ഒന്ന് വന്നത് എന്തിൽ നിന്നാ? മുള്ളുള്ള ഒരു ചെടിയിൽ നിന്നാ. മുള്ളുണ്ടോ ഭംഗി അധികമാകും, പ്രതികൂലമുണ്ടോ ഭംഗി അധികമായി വർദ്ധിക്കും. ദൈവ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാ, വീട്ടിന്റെ മുമ്പിൽ ഒരു റോസ് നിൽക്കുകയാണെങ്കിൽ ആ ചെടിക്ക് നല്ലവണ്ണം പുഷ്ടിയുണ്ട്, പക്ഷേ എന്തോ ഒരു സംതിങ് റോങ്, അതിൽ പൂക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാം എന്നാ ചെയ്യും? ഒരു കത്തിയെടുത്ത്, അതല്ലെങ്കിൽ ഒരു കത്രിക എടുത്ത് അതിന്റെ ചില ശിഖരങ്ങളെ വെട്ടി നമ്മൾ വിടാറുണ്ട്. എന്നാത്തിനാ? പുതിയതൊന്ന് കിളിർത്തു വരുമ്പോൾ അതിൽ കൂടി പുതിയ നാമ്പുകൾ മുളച്ചു വരും. ആ മുളച്ചു വരുന്ന നാമ്പിന്റെ ഇടയിൽ കൂടി ചില മൊട്ടുകൾ പുറത്തേക്ക് വരും. നമ്മൾ സന്തോഷിക്കും. കാരണം എന്താ? അത് വെട്ടാതിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പുതിയൊരു പൂ തരത്തില്ലായിരുന്നു. ചിലപ്പോഴെല്ലാം തോട്ടക്കാരൻ നമ്മളെ ഇതുപോലെയൊക്കെ കൊമ്പുകളെ വെട്ടാറുണ്ട്. ചില വഴികളെ അവൻ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ചില വഴികളെ ഇപ്പൊ അടച്ചു വെച്ചിട്ടുണ്ട്. ചില മേഖലകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പ്രിയരെ, ഭാരപ്പെടാതെ ചില വഴികൾ ദൈവം തുറക്കാൻ പോവുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഭാരപ്പെടാതെ ചില വഴികൾ സ്വർഗം തുറക്കാൻ പോവുക. ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ അവസരം തന്നു. എങ്കിലും അവരൊരു റെസിഡൻസിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധികളെ സ്വർഗം പൊളിച്ച് നമുക്ക് ഒത്തിരി ഒരു മേഖലയിലേക്ക് തമ്പുരാൻ നമ്മളെ കൊണ്ടുപോകുന്ന നാളുകൾ വിദൂരമല്ല. പക്ഷെ ഈ പരിധിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് വിശ്വസ്തയോടെ ഇരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്കൊരു മത്സര ബുദ്ധിയല്ല ആവശ്യം, നമുക്കൊരു കീഴ്പ്പെടലാണ് ആവശ്യം, നമുക്കൊരു എതിർ ചിന്താഗതിയല്ല ആവശ്യം. ദൈവത്തിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെടുന്ന മനോഭാവമാണ് ആവശ്യം. ഇന്ന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാമോ? ആ വചനം ഒന്നുകൂടി ഞാൻ വായിക്കുന്നു. തോട്ടക്കാരൻ വെട്ടിവിടുമ്പോൾ നിങ്ങൾ ഭാരപ്പെടണ്ട, ചിലതെല്ലാം മുളച്ചു വരാൻ. ഇന്നലെ വരെ കയ്യിൽ ഒത്തിരി കാശുണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ATM കാർഡ് കൊണ്ട് കുത്തിയാൽ മതി, നമുക്ക് കാശ് കിട്ടും. ബാങ്കിൽ കാശുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ശൂന്യതയാ. പണി ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, ജോലി നഷ്ടമായിരിക്കാം. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞെരുക്കം ഒത്തിരി നേരത്തേക്കല്ല. ഇതൊരു തോട്ടക്കാരൻ വെട്ടിമിനുക്കുന്ന മേഖലയാ. ചിലത് പൗലോസ് പറയുന്ന കാര്യമുണ്ട്, ഉള്ളപ്പോൾ ഉള്ളവനെ പോലും ഇല്ലാത്തപ്പോൾ ഉള്ളവനെ പോലെ ഇരിക്കാനും എനിക്കറിയാം. അതായത് സമൃദ്ധിയിലിരിക്കാനും അറിയാം, ശൂന്യതയിലിരിക്കുമ്പോഴും സമൃദ്ധി ഉള്ളവനായിട്ടിരിക്കാൻ എനിക്കറിയാം. ഞാൻ ആ പൗലോസിനെ ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആലിംഗനം ചെയ്തേനെ. കാരണം ആ മനുഷ്യൻ പറഞ്ഞ ആത്മാവിന്റെ വചനങ്ങൾ എത്ര ശ്രേഷ്ഠമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. പലപ്പോഴും നമ്മളെ എല്ലാം ബലപ്പെടുത്തുന്ന ഒരു വചനമല്ലേ എൻ്റെ
ചേർക്കണേ പ്രിയരെ. ഹല്ലേലൂയ. നോക്കണമേ, അടുത്ത് പറയുന്നു, എന്നാൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. കർത്താവ് നമ്മളെ ചെത്തും, കർത്താവ് നമ്മളെ വെടിപ്പാക്കും. അതിൻ്റെ എല്ലാം പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. എന്നാന്നറിയാമോ? നീ നമ്മുടെ ദേശത്തിൽ മാനിക്കപ്പെടുവാൻ. എനിക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ 80-ാം അധ്യായം 1 മുതൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കും. 80-8 മുതൽ വായിക്കണം. നിങ്ങൾ നോക്കുക, മിസ്രൈമിൽ നിന്ന് ഞാനൊരു കാട്ടുവള്ളിയായിരിക്കുന്ന മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് ജാതികളെ നീക്കി നിന്നെ നട്ടു. എന്തിനു വേണ്ടിയാ നട്ടെ? നീ അധികം ഫലം കായ്പാൻ. ചിലതിനെല്ലാം നീക്കി ദൈവം നമ്മളെ നട്ടിരിക്കുന്നത് അധികം ഫലം കായ്ക്കാൻ. ഇന്ന് കാണാത്തത് കൊണ്ട് ഭാരപ്പെടാതെ, ഇന്ന് കണ്ടിൽ നിന്ന് ഭാരപ്പെടാൻ, നട്ടതേ ഉള്ളൂ, ഫലം വരും നിശ്ചയം. നട്ടതേ ഉള്ളൂ, ഫലം വരും നിശ്ചയം. ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഫലം വരും നിശ്ചയം. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വേദഭാഗം ഞാൻ വായിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കാമോ പ്രിയരെ? ആ ദൈവിക സ്നേഹത്തിൽ വസിപ്പാൻ നാം തയ്യാറായാൽ നമ്മെ വഴി നടത്തുവാൻ, നമ്മെ അനുഗ്രഹിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ഏൽപ്പിച്ചുകൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ, നിന്നോടൊപ്പം ചേർന്ന്, നിന്റെ കൊമ്പിനോടൊപ്പം ചേർന്ന് നിൽപ്പാൻ. കർത്താവേ, നീ വള്ളിയാ, ഞാൻ കൊമ്പ. തോട്ടക്കാരനായ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക ദൈവമക്കളെ. ചില ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും, കിട്ടുമോ കിട്ടുന്നതേ നമുക്ക് അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സമർപ്പിച്ചാൽ തീർച്ചയായും അത് ലഭ്യമാകുക തന്നെ ചെയ്യും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട്, നാളിതുവരെ കരഞ്ഞിട്ടൊരു മറുപടി കാണാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വള്ളിയോട് ചേർന്ന് കൊമ്പുകൾക്ക് അധികം ഫലമുണ്ടാകും. വള്ളിയോട് ചേർന്ന് നിൽക്കും. ഇന്നലെ വരെ കാണാത്ത നീ ഓർക്കാതെ, ഇന്നലെ വരെ ഇല്ലാത്തത് നീ ഓർക്കാതെ അധികം അധികം ഫലം കായ്ക്കാൻ പോവുക. അധികം അധികം ഫലം നിങ്ങളിൽ നിന്ന് ഉരുവാകാൻ പോവുക. അനേകർക്ക് കാണുന്ന, അനേകർക്ക് പ്രയോജനപ്പെടുന്ന, മാറ്റി നിർത്തിയവർ പോലും ചേർത്ത് നിർത്തുന്ന നിലവാരത്തിൽ, എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോന്ന് പറയുന്നവർ മുൻപിലൊന്ന് കാണുവാൻ കൊതിക്കുന്ന മേഖലയിൽ ഒരു ഫലം നിങ്ങളിൽ നിന്ന് ഉരുവാകാൻ പോവുക. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ചവനുമായുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഗരേ. ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഗരേ. ചുടുചോര ചിന്തേടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ. ചുടുചോര ചിന്തേടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ.
ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? പരുതും നീനാക്കാവൻ വേണ്ടതല്ല, തളരാതെ യാത്ര തുടർന്നിടുക. കരുതും നീനാക്കാവൻ വേണ്ടതല്ല, തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? Praise the Lord. മരുഭൂമിയിൽ നമ്മളെ തളരാതെ വഴി നടത്തുന്ന ഒരു ദൈവം. ഉറ്റവർ ഉടയവർ എല്ലാവരും കളയട്ടെ ദൈവമക്കളെ. കൂടെ നിൽപ്പാൻ ചാരയുള്ള ഒരു ദൂതനുണ്ട്, ഒരു ദൈവമുണ്ട്. അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, എൻ്റെ കാൽക്കൽ തട്ടിപ്പോകാതെ വണ്ണം കൈകൾ വഹിക്കുന്ന നാഥൻ. ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് കൊടുക്കാമോ? നമ്മെ കൈകൾ വഹിക്കുന്നവൻ കൂടെയുണ്ട്. അവൻ ഒരു ദിവസമല്ല കൂടെ ഉള്ളത്. ഞാൻ ഇന്ന് വന്നിട്ട് അടുത്ത മാസം വരാമെന്നല്ല വന്നത്, കൂടെ ദിനവും കൂടെ ഉള്ളവനാണ് യേശു. സ്വന്തം ഭർത്താവ് പോലും മാറി നിൽക്കുന്ന സാഹചര്യം. COVID-19 വന്ന് പല വ്യക്തികളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ തന്റെ ഉറ്റവർ മാറി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത അനേക വ്യക്തികളുണ്ട്. ഒരു നോക്കൊന്ന് കാണാൻ കഴിയാതെ. പക്ഷേ നാം എത്ര തന്നെ താണു കടന്നാലും ആ താഴ്ച നമ്മളെ വലിച്ചെടുത്തു വീണ്ടും കൂടെ നടക്കുന്ന ഒരു യേശു. കാരണം ഈ ഉന്നതന്മാരെപ്പോഴും അവരുടെ പദവിക്ക് ഒത്തവരെ അവർ കൂട്ടുപിടിക്കാറുള്ളൂ. ഒരു IAS ഓഫീസർ ഒരിക്കലും വന്ന് താഴെ നടക്കുന്ന പിയൂണുമായിട്ട് തോൾ കൈയിട്ട് നടക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ഭുതമാണ്. നിങ്ങൾ നോക്കിയേ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാൽ മടങ്ങുന്ന ആ നസ്രനായ യേശു താണ് ഭൂമിയിലേക്ക് വന്ന് നമ്മളോടൊപ്പം ദിനവും നടക്കാൻ, ദിനവും കൂടെ നടക്കുന്ന ഒരു നാഥൻ. ആ യേശുവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദിനവും കൂടെ നടന്നു ആ ദൈവത്തിൽ നിന്ന് കണ്ണുകളടച്ച് ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയരേ യേശുനാഥ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയരേ യേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ. പറയാൻ പറ്റുന്നയോ മക്കളെ? സ്നേഹിക്കുന്നേ യേശുവിനെ സ്നേഹിക്കുന്നത് പറയാൻ കഴിയുന്നവർ. സ്നേഹിക്കുന്നേ യേശുവേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവേ,
യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ അങ്ങേ പിരിഞ്ഞോ അങ്ങേ മറന്നും യാതൊന്നും ചെയ്യാനില്ലല്ലോ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല എന്റേതാകും നിന്നിൽ നില തന്നെയാ ജീവൻ നൽകിടോ ജീവന്റെ അപ്പം നീ ദാഹം തീർക്കും ജീവനാദി വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല എന്റേതാകും നിന്നിൽ തന്നെയാ ജീവൻ നൽകിടോ ജീവന്റെ അപ്പം നീ ദാഹം തീർക്കും ജീവനാദിയേ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ
പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ ഓ പിരിയാൻ കഴിയില്ലെനിക്ക് I love you, Lord. I love you, Holy Spirit. I love you, Holy Spirit. I love you, Jesus. കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? യേശുവേ, നിന്നെ വിട്ട് പിരിയാൻ കഴിയത്തില്ലപ്പാ, നിന്നെ വിട്ട് മാറിയിരിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറവിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം, നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയരെ, നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗത്തിലെ പിതാവേ, കർത്താവേ, അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ല, അങ്ങേ മാറി ഞങ്ങൾക്ക് നിൽക്കുവാനും കഴിയത്തില്ല. നീ ഞങ്ങളെ കരുതുന്ന വിധം, നീ ഞങ്ങളെ വഴി നടത്തുന്ന മേഖല, നീ ഞങ്ങളെ താങ്ങി നടത്തുന്ന വഴികൾ, നിങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നപ്പ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഓർക്കാതെ, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതെ നീ ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയുള്ളൂ. ഇനിയും നടത്തുവാൻ ശക്തം ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പോൾ പിതാവേ, ലൈവിൽ വീക്ഷിക്കുന്ന എല്ലാ ദൈവ മക്കളെ ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, ആത്മീയമായി അവരനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ദൈവം അന്ത്യത്തോളം വഴി നടത്തും. കർത്താവേ, ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം, അവന്റെ ആഴങ്ങളേറിയ ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഒത്തിരി പാടാണ് ദൈവമക്കളെ. നമ്മളെല്ലാം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് നിന്നെ കുറിച്ച് അറിയാം, എനിക്ക് നിന്നെ കുറിച്ച് അറിയാം, നീ ആരെന്നറിയാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ മനസ്സിലാക്കിയിട്ടാ നമ്മളെ സ്നേഹിച്ച്, നമ്മൾ എങ്ങനെ ഉള്ളവരെന്ന് മനസ്സിലാക്കിയിട്ടാ ആ ദൈവം നമ്മളെ സ്നേഹിച്ച്. ആ സ്നേഹത്തിന്റെ മറവിൽ നമ്മളാണെങ്കിൽ തീർച്ചയായും നാം അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഈ ലൈവിൽ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാനൊരു ദൂത് കൈമാറുകയാണ്. ദൈവത്തെ അളവ് കൂടാതെ നിങ്ങൾ സ്നേഹിക്കാൻ തയ്യാറായാൽ അവൻ അളവറ്റ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ പ്രകടമാക്കും. നിങ്ങൾക്കുള്ളതെല്ലാം തരുവാൻ അവൻ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ തുടർന്ന് 1-2 പാട്ടുകൾ പ്രിയ ആൻഡ്രൂ ബ്രദർ, അതുപോലെ തന്നെ പ്രവീൺ ബ്രദർ പാടുന്നതായിരിക്കും. നിങ്ങൾ ശ്രമിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിരുമുൻപിൽ
മുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാധ്യമേ. ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിന്റെ വസ്ത്രം മുരിഞ്ഞ് തന്നെ താഴ്ത്തിയോനെ. സ്വർഗസുഖപീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിന്റെ വസ്ത്രം മുരിഞ്ഞ് തന്നെ താഴ്ത്തിയോനെ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്ക് യോഗ്യനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. തേജസ്സിന്റെ പൂർണ്ണനായി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്ക് യോഗ്യനായി തേജസ്സിന്റെ പൂർണ്ണനായി തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു.
കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തോ. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താവി കർത്താവായി. ഓ രാജാദി രാജാവായി, കർത്താദി കർത്താവായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാവിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ.
കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടം നേരമതിൽ ക്രൂശിൽ നിഴൽ നിനക്കായി നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭൂമി ജയിലാറായി ചവാളോ മരണമോ വന്നിടട്ടെ